ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്ത് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ മാഗിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 2 മാഗി എനിക്കും ഷെൻജുക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് നോർമലി ഇത് മാത്രമേ ചെയ്യുന്നതിനേക്കാളും മസാല ഇട്ടിട്ട് ചെയ്യുന്നത്, അതായത് അതിലത്തെ പൊടിയല്ല, നമ്മൾ അതിലത്തെ പൊടി ആഡ് ചെയ്യും, എൻ്റെ പകരം മസാല ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചേർന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം ചെറിയൊരു കഷ്ണം വേണ്ട കേട്ടോ, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് 1 മതി. അപ്പോൾ നല്ല എരിവുള്ളതാണെങ്കിൽ പകുതി മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തക്കാളി അതുപോലെ തന്നെ ഒരു പകുതി മാത്രമേ വേണ്ടൂ. അപ്പോൾ എൻ്റെ ഈ പച്ചമുളക് അത്യാവശ്യം എരിവ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇട്ട് കഴിച്ച ശേഷമാണ് നല്ല എരിവ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രമേ വേണ്ട, നമുക്ക് ഉണ്ടാക്കും മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം. അപ്പോൾ ഇത്ര ഐറ്റംസ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്തത്. ഞാൻ പറഞ്ഞു നമുക്ക് 2 പേര് മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്ര ക്വാണ്ടിറ്റിയിൽ എടുത്ത് ഓക്കെ, നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലാണ്ട് ഉള്ളി വേറെ, അത് വാടി തക്കാളി വേറെ അങ്ങനെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കൂലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യലാണ്. ഓക്കെ, അല്ലാണ്ട് മസാലയാക്കി അതിലേക്ക് മാഗിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യലല്ല. ആദ്യം മസാലയിലേക്ക് ഇങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഒന്നുപാട് അതിലേക്ക് നമ്മുടെ മാഗിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, മാഗി മസാല, അതിൽ മാഗിൻ്റെ പാക്കറ്റിലുണ്ടാകുന്ന ആ ഒരു പൊടി പൊളിച്ചിട്ട് ആദ്യം ഇട്ട് കൊടുക്കും. എന്നിട്ട് അതെല്ലാം മിക്സായതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മാഗി ഇട്ട് കൊടുക്കലാണ്. അപ്പം വെള്ളം ഞാൻ എൻ്റെ ഒരു ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര ഇന്ന കണക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 മാഗിക്ക് കണക്കായിട്ട് ഞാൻ എൻ്റെ ഒരു കണക്കിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഓവറായിട്ട് വേണ്ട, അത്യാവശ്യം അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം കേട്ടോ.
അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം വാട്ടിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നെയ്ച്ചോറിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എണ്ണയിട്ട പാടപ്പാട് വെള്ളം ഒഴിക്കുമല്ലോ, വാട്ടാൻ നിൽക്കില്ലല്ലോ, അതുപോലെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മാഗി പൊട്ടിക്കാട്ടോ. മാഗി ഇടാൻ പോകുന്നതല്ല, ഫസ്റ്റ് നമ്മൾ മസാലപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മസാലപ്പൊടി മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാഗി വേവാനായിട്ടുള്ള അത്ര വെള്ളം മാത്രം ഒഴിച്ചിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്ര നേരം ഫ്ലെയിം കുറച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മൂടി എടുത്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി, നല്ലോണം തിളച്ച് വരുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ മാഗി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നമുക്ക് ഇത് മൂടി വെക്കാം. നമ്മുടെ മാഗി ഇതാ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടത്, അപ്പോൾ ഇത്ര ടൈമും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ആയെങ്കിലും അങ്ങോട്ട് മാഗി എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര ടൈം വെച്ചിട്ടാണ് മാഗി വേവാൻ എടുക്കുന്നത്, അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. അപ്പോൾ എന്തിനൊക്കെ എടുക്കും, വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് വേവിക്കലാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇനി സെർവ് ചെയ്യാം. ഓക്കെ, യെസ് ഗായ്സ്, അങ്ങനെ നമ്മുടെ മാഗി ഇതായിട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായി. നമ്മൾ നല്ല ഇന്ന് കഴിക്കും കൂടിയേ വേണ്ട കേട്ടോ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മസാല ഇങ്ങനെ ചേർത്തിട്ട് കഴിക്കുന്നത്. അതിൻ്റെ സ്മെല്ല്, കാപ്സിക്കത്തിൻ്റെ ഉള്ളിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി കഴിക്കാം.
ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു മാഗി ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ആക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ആക്കാനുണ്ടാവുമായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ടാറ്റ ബൈ.